ഹലോ, വെൽക്കം ടു ആർഗി സ്റ്റോറീസ്. അപ്പോൾ ഓണത്തിൻ്റെ തിരക്കും നബിദിനം അങ്ങനെ കുറച്ച് തിരക്കുള്ള ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ കുറച്ചധികം അവധി ദിവസങ്ങളോട് കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ ചെറിയൊരു യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങിയതാണ്. ആദ്യം വേറെ അങ്ങോട്ടുമല്ല, എങ്ങോട്ടാ യാത്ര പോകുന്നത്? എൻ്റെ വീട്ടിലേക്ക്. അതെ. അപ്പോൾ നിലമ്പൂരിനടുത്ത് വണ്ടൂർ ചെറുകോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അമ്മൂൻ്റെ വീട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും പോകുന്ന റൂട്ട് സാധാരണ താമരശ്ശേരി ചുരമ്പുഴ അങ്ങനെ പോവാം, പക്ഷേ നമ്മൾ ആ റൂട്ട് അങ്ങനെ പിടിക്കാറില്ല. കാരണം കുറച്ചുകൂടി നമ്മൾ പോകുന്ന യാത്ര ചെറിയ യാത്ര ആണെങ്കിലും കുറച്ചുകൂടി അടിപൊളിയായിട്ട് പോകണമെന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഗുണ്ടൽപേട്ടല്ല, ഗൂഡല്ലൂർ നാടുകാണി ചുരമ്പുഴയാണ് പോകാറുള്ളത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഗൂഡല്ലൂരാണ്. ഗൂഡല്ലൂരിലെ തേയിലത്തോട്ടത്തിൻ്റെ നടുക്കാണ് നിൽക്കുന്നത്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ ആദ്യം കാണാം, അതൊക്കെ നാടുകാണി ചുരത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാം. പോകല്ലേ? ഞാൻ ഇങ്ങനെ ഇവിടെ ആദ്യമായിട്ടല്ലേ നമ്മൾ ഇറങ്ങുന്നത്. ഇതിൽ കൂടെ പോകാറുണ്ടെങ്കിലും ഇവിടെ അങ്ങനെ ഇറങ്ങാറില്ല. രസമുണ്ടല്ലേ? നല്ല തമിഴ്നാട് ഓട്ടോസ് ഒക്കെ പോകുന്നത് നല്ല തമിഴ്നാടാണ്. ഗൂഡല്ലൂർ തമിഴ്നാടാണ്. ഓക്കെ, തമിഴ്നാടത്തെ ഓട്ടോസ് ഒക്കെ പോകുന്നത്. പിന്നെ അവരൊരു കളർ ഉണ്ടല്ലോ, നമ്മുടെ ഓട്ടോ പോലെയല്ലോ, ഒരു മഞ്ഞ ബ്ലാക്ക് കളർ. അത് ഇനി റോഡ് കൂടെ ഒക്കെ പോകുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. പൊതുവെ ആ ഒരു തമിഴ്നാട് ടച്ച്, നമ്മുടെ തമിഴ്നാട് ടച്ച് ഉണ്ടാവട്ടെ. നല്ല വണ്ടികളൊക്കെ നല്ല സ്മൂത്ത് റോഡാണ്, നല്ല അടിപൊളി റോഡാണ്. നമുക്ക് ബൈക്കിലൊക്കെ റൈഡ് പോകാൻ പറ്റിയ, അല്ലെങ്കിൽ ബൈക്കൊക്കെ എടുത്ത് വരുന്നവർക്ക് പോകാൻ പറ്റിയ നല്ലൊരു റോഡാണ്. നമുക്ക് ഗൂഡല്ലൂർ നാടുകാണി വഴിയുള്ള കാഴ്ചകൾ കാണാം. പോവാം. സേഫ്റ്റി ഫസ്റ്റ്. അപ്പോൾ നമ്മളത് ഹെൽമെറ്റ് ഇട്ടിട്ട് വേണം യാത്ര ചെയ്യാം. സാറിന്റെ ഹെൽമെറ്റ് എവിടെ? ഞാൻ ഹെൽമെറ്റ്. വയനാട്ടിൽ നിന്ന് മറ്റ് ജില്ലകളിലേക്ക് പോകാൻ ഒരുപാട് ചുരങ്ങളുണ്ടെങ്കിലും നാടുകാണി ചുരം എന്ന് പറയുന്നത് വേറൊരു വൈബ് തന്നെയാണ്. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ഒക്കെ ഒരു ടേസ്റ്റും കൾച്ചറൊക്കെ അറിഞ്ഞുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റിയ, സത്യം പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് മറ്റൊരു സംസ്ഥാനത്ത് പോയി തിരിച്ച് കേരളത്തിലേക്ക് തിരിച്ചു വരുന്നൊരു പ്രതീതി കിട്ടുന്ന ഒരു ചുരമാണ് നാടുകാണി ചുരം. അവിടുത്തെ അമ്പലങ്ങളും തമിഴ് കൾച്ചറും ആ ബോർഡറിലുള്ള കൾച്ചറൊക്കെ നമുക്കിനെ അനുഭവിച്ചറിയാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ്, അല്ലേ? നമ്മൾ താമരശ്ശേരി ചുരം വഴിയാണ് പോണെങ്കിൽ ഈ ഒരു സമയത്ത് ലക്കിടിയിൽ മാത്രമേ മഞ്ഞ് കാണാറുള്ളൂ. പക്ഷേ നാടുകാണി ചുരം വഴി പോയതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്നതിൽ ഒരു പകുതി ഭാഗവും മഞ്ഞ് തന്നെയായിരുന്നു. മാത്രമല്ല, താമരശ്ശേരി ചുരം വഴി നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുത്തെ തിരക്ക് വല്ലാതെ നമ്മളെ മടുപ്പിക്കും. പ്രത്യേകിച്ച് ശനി ഞായർ അല്ലെങ്കിൽ ഇതേപോലത്തെ അവധി ദിവസങ്ങളൊക്കെ കഴിഞ്ഞ സമയമാണെങ്കിൽ ഒരുപാട് പേര് വയനാട്ടിലേക്ക് കയറുന്നുണ്ടാവും, വയനാട്ടിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നുണ്ടാവും. ആ തിരക്ക് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു റൈഡ് തന്നെ മടുത്തു. പക്ഷെ വഴിയിൽ വണ്ടികളൊന്നും അധികം ഇല്ലാതെ നല്ല പശുക്കളും ആടുകളും അങ്ങനെ പല ജീവികളും ഈ തമിഴ്നാട് കൾച്ചറും ജീപ്പും ഓട്ടോറിക്ഷയും ഒക്കെ ഉൾപ്പെടുന്ന വളരെ പീസ്ഫുൾ ആയിട്ടുള്ള റൈഡ് അനുഭവിക്കണമെങ്കിൽ അതിന് നാടുകാണി ചുരം തന്നെയാണ് ഏറ്റവും ബെറ്റർ. അതെ. നമ്മൾ ഈ മഞ്ഞിനെ കീറി മുറിച്ച് പോകുന്ന സമയത്ത് ചില സ്ഥലങ്ങളിലൊക്കെ നല്ല ആവി ഇറക്കുന്ന ചോളം കാണാം. കൂടെ കെട്ടച്ചായും എണ്ണക്കടിയും അങ്ങനെ ഫ്രൂട്ട്സും കുറേ സാധനങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ അങ്ങനെ ഇതുവരെ അതൊന്നും കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടില്ല. ഇടയ്ക്കൊക്കെ കാപ്പി പിടിക്കാൻ വേണ്ടി എന്തായാലും നിർത്താറുണ്ട്. അതിവിടെയല്ല, എവിടെ പോകുമ്പോഴാണെങ്കിലും ഇടയ്ക്കൊക്കെ ഒരു ബ്രേക്ക് ഇടാറുണ്ട്. ഇപ്രാവശ്യത്തെ ഓണം അത്യാവശ്യം നല്ല തിരക്ക് പിടിച്ച ഓണമായിരുന്നു. ഒന്നാമത് അമ്മൂട്ടൻ കുറച്ച് ബോഡിയുടെ ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു.
തിരുവോണത്തിനും ഉത്രാടത്തിനൊന്നും നിലത്ത് വെക്കാൻ സമയം ഉണ്ടായില്ല എന്ന് വേണം പറയാം. അപ്പോൾ ഓണം കഴിഞ്ഞ് ഓണത്തിൻ്റെ പിറ്റേ ദിവസം, അതായത് അവിട്ടത്തിനന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങൾ ഈ യാത്രയ്ക്ക് ഇറങ്ങിയത്. 2-3 ദിവസം ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ട് കേട്ടോ. എങ്കിലും ഈ ഒരു റോട്ടിൽ കൂടി ആയതുകൊണ്ട് തന്നെ നമുക്ക് നിർത്തി കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ പോകാൻ നല്ലൊരു സുഖമായിരുന്നു. ചെറിയ തണുത്ത കാറ്റും ഉണ്ടാവും. ഈ റോഡിൻ്റെ പ്രത്യേകത ഫുള്ള് തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ. ചുറ്റും തേയിലത്തോട്ടങ്ങളാണ്. ആ തേയില നിന്നുന്ന ചേച്ചിമാരൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാം. ഞങ്ങൾ ഒരുമിച്ച് നാട്ടിലേക്ക് പോയിട്ട് കുറച്ചായി. അതുകൊണ്ട് തന്നെ പോയിട്ട് കുറച്ച് ദിവസം നിൽക്കണം എന്നായിരുന്നു പ്ലാൻ. ഒരുമിച്ച് പോയിട്ട് കുറച്ചായതുകൊണ്ട് തന്നെ ഈ ഒരു യാത്ര അടിപൊളിയായിരുന്നു. ഞങ്ങൾ പോകുന്ന വഴിക്ക് സാധാരണ നമ്മൾ കാണാത്തതാണോ അതോ ഇനി നമ്മൾ രണ്ടുപേരും കുറച്ച് കാലമായില്ലേ ഒരുമിച്ച് പോയിട്ട് അതുകൊണ്ട് മറന്നതാണോ എന്ന് ഓർമ്മയില്ല. സാധാരണ കാണാത്ത കുറേ കാര്യങ്ങൾ ഈ ഒരു യാത്രയിൽ നമ്മൾ കണ്ടു. Fire went out, lights went down. തമിഴ്നാട് ഭാഗത്ത് പോകുമ്പം നമ്മൾ പ്രത്യേകിച്ച് എല്ലായിടത്തും കാണുന്നൊരു കാഴ്ചയാണ് ഇതേപോലെ ബൈക്കിൽ ഇങ്ങനെ കുറേയധികം സാധനങ്ങൾ കെട്ടിവെച്ചുകൊണ്ട് ഓരോ സ്ഥലത്ത് വിൽക്കാൻ പോകുന്ന ആൾക്കാർ. അത് പാത്രങ്ങളുണ്ടാവും, കസേരയും മേശയൊക്കെ ഉണ്ടാവും. അങ്ങനെ പല സാധനങ്ങളും ബൈക്കിൻ്റെ പുറകെ കെട്ടിവെച്ച് പോകുന്നത് ഇവരുടെ ഒരു ഹോബിയാണെന്ന് തോന്നുന്നു. Gold, I'll fulfill what I started. ചുറ്റും തേയിലത്തോട്ടങ്ങളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ നല്ലൊരു ഫോട്ടോഗ്രാഫിക് ഫീൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വണ്ടി നിർത്തി ഫോട്ടോ എടുത്താണ് ഞങ്ങൾ പോയത്. അങ്ങനെ കുറച്ച് ദൂരം പോയപ്പോൾ കാപ്പി കുടിക്കണം എന്നുള്ളൊരു അശരീരി പുറകെ ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എവിടെന്ന് കാപ്പി കുടിക്കുന്നു ചിന്തിച്ചിരിക്കുമ്പോഴാണ് ദൈവദൂതനെ പോലെ ഞങ്ങളൊരു ബോർഡ് കാണുന്നത്. കാപ്പി കുടിക്കാൻ തോന്നുന്നുണ്ടോ? ഒന്ന് പറോട്ട് നോക്കിയേ. 200 മീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു കഫേ ഉണ്ട്, കുടിക്കല്ലേ? കാപ്പി കുടിക്കാൻ പോവാ? കാപ്പി കിട്ടുന്നതല്ലേ? നല്ലൊരു എനിക്ക് തോന്നുന്നു ഈ ഒരു ഫാക്ടറീൻ്റെ ഔട്ട്ലെറ്റാണ്. ചായ ആയിരിക്കും പ്രിഫറൻസ്. പോയേക്കല്ലേ? പോയേക്കല്ലേ? സാധാരണ ഈ വഴിയിലൂടെ വരുമ്പോഴൊന്നും ഈ ഒരു കഫേയോ അല്ലെങ്കിൽ ഈ ഒരു ടീ ഫാക്ടറിയോ കാണാറില്ല. പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്കൊരു കഫേയൊക്കെ ആയിട്ട് ഫീൽ ചെയ്യുമെങ്കിലും ശരിക്കും ഒരു സാധാരണ ചായക്കട ആ ഒരു സെറ്റപ്പ് തന്നെയാണ്. ഈ ഒരു കഫേയിൽ നമ്മളൊന്ന് ഇരുട്ടായിട്ട് ചെല്ലുന്നത് ഒന്ന് ഇമാജിൻ ചെയ്തേ, അടിപൊളിയായിരിക്കില്ലേ? മാത്രമല്ല അവിടുത്തെ സ്റ്റാഫൊക്കെ ഭയങ്കര കോപ്പറേറ്റീവാണ്. അവർക്ക് മലയാളവും ഇംഗ്ലീഷും തമിഴും ഒരുവിധം എല്ലാ ലാംഗ്വേജും അറിയാൻ തോന്നുന്നുണ്ട്. ബോർഡറിലായതുകൊണ്ട് തന്നെ നമ്മൾ മലയാളികൾ അവിടെ പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നും കമ്മ്യൂണിക്കേഷൻ വരാൻ യാതൊരു ചാൻസും ഇല്ല. ഞങ്ങളവിടെ പോയതിൽ തന്നെ കൂടുതലും മലയാളികൾ തന്നെയാണ് കണ്ടിട്ടുള്ളത്. നല്ല അടിപൊളി കോഫിയും നമ്മൾ പറയുന്നതിനനുസരിച്ചിട്ട് അപ്പോഴാണ് അവർ കടി ഉണ്ടാക്കി തരുന്നത്.
പൊതുവേ തമിഴ്നാട് സൈഡിൽ നിന്ന് ഇതുവരെ കടി കഴിക്കാത്ത ഞാൻ ഇനി എന്തായാലും ഈ വഴി കൂടെ പോകുമ്പോൾ ഈ കഫേ കയറി കടി കഴിച്ചിരിക്കും എന്ന് ഉറപ്പിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അത്ര അടിപൊളിയായിരുന്നു. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ആ മഞ്ഞ് കുറച്ചും കൂടെ കയറി വരുന്നുണ്ടെന്ന് മനസ്സിലായത്. ഇങ്ങനെ ഒരു ആംബിയൻസ് നിന്ന് ശരിക്കും നമുക്ക് പെട്ടെന്നൊന്നും അവിടെ നിന്ന് ഇറങ്ങി വരാൻ തോന്നില്ല. മഞ്ഞ് വരുന്നതിനും ഇരുടാവുന്നതിനനുസരിച്ച് അവിടുത്തെ ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങി. എന്താ ടോയ്ലറ്റ് കീ തന്നായിരുന്നു, അപ്പൊ അത് തിരിച്ച് ചോദിച്ചതാ, അത് വേറെ ആള് മേടിച്ചു. അപ്പൊ അത് പറഞ്ഞു വന്നതാ. കഫേ അടിപൊളിയാ. ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ലാത്തൊരു ടേസ്റ്റ് ഉള്ള കോഫിയാ. ഇവിടുത്തെ കോഫി പൗഡർ തന്നെ തോന്നുന്നുണ്ട്. ഇതുവരെ ഈ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. ഇത് ആദ്യമായിട്ടാ ഈ ഒരു ടേസ്റ്റ് ഉള്ള കോഫി. ലൊക്കേഷൻ ഏതാ? കരോളിൻ ഫാക്ടറിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് പാരീസ് കഫേ എന്ന് പറയുന്ന ഒരു കഫേയാണ്. നല്ല ഭംഗിയുള്ള ഒരു ആംബിയൻസ് ആണ്, നല്ല രസമുള്ള ആംബിയൻസ് ആണ്. അപ്പോൾ നമുക്ക് പോവല്ലേ? ഇനി പോവല്ലേ? കാപ്പി പിടിച്ച് ഉഷാറായില്ലേ? ഇനി നിലമ്പൂരത്തിട്ട് നിർത്താം. ഇതാണ് കേട്ടോ ഫാക്ടറി. നമ്മളവിടെ നിന്ന് ഇറങ്ങി ബൈക്ക് എടുക്കാൻ നോക്കിയപ്പോഴാണ് നമ്മുടെ നാട്ടിലെ ഹരിതകർമ്മസേനയില്ലേ, അതേപോലെ തമിഴ്നാട്ടിലുണ്ടെന്ന് നമുക്ക് മനസ്സിലായത്. ഞാൻ ഇറങ്ങുന്ന സമയത്ത് നിലമ്പൂരെത്തിയിട്ട് നമുക്കൊരു കാപ്പി കുടിക്കാമെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ കാരണം വഴിയെ വരുന്നുണ്ട്. സാധാരണ നമ്മൾ ഈ വഴിയിലൂടെ വരുന്ന സമയത്ത് കാണാത്ത കാഴ്ചകൾ എന്ന് പറഞ്ഞില്ലേ, വല്ലപ്പോഴൊക്കെ തേയില നുള്ളുന്ന ചേച്ചിമാരെ കാണുന്നല്ലാണ്ട് ഇത്രയും കൂട്ടം തേയിലകൾ ഒരുമിച്ച് വണ്ടിയിലേക്ക് ആക്കുന്നതും അവർ പറിച്ചു വിടുന്ന തേയില തുണിക്കെട്ടിന്ന് മാറ്റുന്നതും ഇതുവരെ കണ്ടിട്ടില്ല. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാഴ്ച കാണുന്നത്. അത് ഈ മഞ്ഞിൻ്റെ ഇടയിൽ കൂടെ ആകുമ്പോൾ അതിൻ്റെ ഭംഗി ഇരട്ടിയാക്കുന്നുണ്ട്. മുന്നോട്ട് പോകുന്നതോറും മഞ്ഞിൻ്റെ തീവ്രത കൂടിക്കൂടി വരുമായിരുന്നു. മഞ്ഞും തണുപ്പും ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് നിർത്തി നമ്മൾ മെല്ലെ പിന്നെ യാത്ര തുടങ്ങി. ബോർഡർ കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു എക്കോ ടൂറിസത്തിൽ നമ്മൾ ഇതുവരെ കയറിയിട്ടില്ല. പല സമയത്തായിട്ട് പോകുമ്പോഴും വരുമ്പോഴൊക്കെ ഇത് കണ്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ തോന്നിയിട്ടില്ല. ഇപ്രാവശ്യമാണ് പോകുന്ന സമയത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ, അടുത്ത പ്രാവശ്യങ്ങളിൽ വരുമ്പോൾ നമുക്ക് കുറച്ച് നേരത്തെ വന്ന് ഇതിനുള്ളിലേക്ക് കയറണം എന്നുള്ളൊരു തോന്നൽ വന്ന്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമ്മൾ പിന്നെയും യാത്ര തുടങ്ങി. ഇത്രയും സമയം ഉണ്ടായിരുന്ന പോലെ നല്ല സുഖമായിട്ടുള്ള യാത്ര ആയിരുന്നില്ല. പിന്നീട് അത്യാവശ്യം നല്ല കുണ്ടും കുഴിയുള്ള റോഡുകളായിരുന്നു. നമുക്ക് റോഡാണോ കുളമാണോ എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത അത്ര അവസ്ഥയായിരുന്നു ചില സമയത്തൊക്കെ.
എപ്പോഴും നിർത്തിയില്ലെങ്കിലും നിലമ്പൂർ നിർത്താറുണ്ട്. നിലമ്പൂർ എന്തെങ്കിലുമൊക്കെ കടിയൊക്കെ കഴിച്ചിട്ടേ നമ്മൾ വീട്ടിലേക്ക് പോകാറുള്ളൂ. അതിന് എവിടെ പോയാലും ആ ഒരു സൈഡിൽ കൂടെ പാസ് ചെയ്യാണെങ്കിൽ മിൽമയിൽ കയറിയിട്ടേ പോകും. ഞാൻ ഡിഗ്രി പഠിച്ചിട്ടുണ്ടായിരുന്നത് നിലമ്പൂരായിരുന്നു. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ, അതും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ നിഷാൻ്റെ കൂടെയൊക്കെ. നിഷ എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ കൂടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും ചായ കുടിക്കാനും കടി കഴിക്കാനൊക്കെ ആയിട്ട് നമ്മളിവിടെ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ആ സമയത്ത് ഒരു കുഞ്ഞു കടയായിരുന്നു, ഒരു തട്ടുകട പോലെ. ശരിക്കും ആദ്യമായിട്ട് തട്ടുകടയിൽ കയറിയത് ഈ മിൽമയിലാണെന്ന് തന്നെ പറയാം. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ് നമ്മളെ കോളേജൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് ഈ മിൽമയൊക്കെ റിനോവേറ്റ് ചെയ്തത്. ആദ്യം ഇതിനുള്ളിൽ തന്നെ ആയിരുന്നു, പക്ഷെ ആ ഒരു പഴയ ഫീൽ കിട്ടാത്തതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് ആ വഴി പോയപ്പോഴാണ് പുറത്തേക്ക് ഔട്ട്ലെറ്റ് പോലെ ഇട്ട് വരുന്നത്. അതുകൊണ്ടപ്പോൾ ശരിക്കും ഭയങ്കര സന്തോഷമായി. ആ ഒരു പഴയ ഫീൽ കിട്ടി എന്നുള്ള ഒരു തോന്നലായിരുന്നു. അങ്ങനെ അവിടുന്ന് കുറച്ച് നേരം സംസാരിച്ച് നമ്മൾ ആ ഒരു സൗഹൃദം പിന്നെയും പുതുക്കി ഞങ്ങൾ വീട്ടിലേക്ക് പിന്നെ യാത്രയായി.